ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നത് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ പോഷൻ പക്വാടയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയിലെ ഒരു പ്രോഗ്രാമായ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ. നമുക്കറിയാം, നമുക്ക് വന്ന ഓർഡറിൽ പറയുന്നുണ്ട് ഓൺലൈൻ വഴിക്ക് ഒരു പോസ്റ്റർ ക്യാമ്പയിൻ നടത്താനായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബൊക്കെ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമ്മുടെ ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഒരു പോഷൻ പക്വാട നടത്തുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതിലൂടെ എന്തൊക്കെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കാണിക്കുന്നത്. പിന്നെ വിറ്റാമിനുകളെ കുറിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനാണ് നമ്മുടെ അടുത്ത് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്കതിൻ്റെ പോസ്റ്ററുകൾ, നമുക്കറിയാം ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പോഷൻ പക്വാടയുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നിങ്ങളത് പ്രചരിപ്പിക്കണം. അത് ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് നമ്മൾ പോഷൻ പക്വാട ഭാഗമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത എന്നുള്ളൊരു പോസ്റ്ററാണ്. വിളർച്ച തടഞ്ഞ മികച്ച പ്രതിരോധശേഷി നൽകുന്നു. വിറ്റാമിൻ സിയുടെ ഗുണങ്ങൾ കണ്ട അത് ഏതൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓറഞ്ച്, നാരങ്ങ, മുന്തിരി, നെല്ലിക്ക, തക്കാളി, മുളപ്പിച്ച ധാന്യ ഇലക്കറികൾ. അതുപോലെ നോക്കിയാൽ കണ്ട വിറ്റാമിൻ ഡി, ഇ കണ്ട. ഇതുപോലുള്ള ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്ററുകൾ ഇവർക്ക് പല സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, നിങ്ങൾക്കറിയാം വാട്സപ്പിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. PM, LM മറ്റ് ബെനിഫിഷ്യറികളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടാവും, അല്ലാതെയുള്ള ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കണം. ഇതൊക്കെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിവരങ്ങളൊക്കെ അടങ്ങിയുള്ള പോസ്റ്ററുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇവർക്കൊക്കെ ഷെയർ ചെയ്യുക. കണ്ട വിറ്റാമിൻ B1, B2 കണ്ണുകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെടുത്തും നിങ്ങളുടെ ബെനിഫിഷ്യറിക്ക് ഇത് ഷെയർ ചെയ്യുക. അവരോടും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അയക്കാനായിട്ട് അവരെടുത്ത് ആവശ്യപ്പെടുക. ഒരുപാട് പോസ്റ്ററുകൾ നമ്മളിതുപോലെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് പ്രചരിപ്പിക്കുക കേട്ടോ, വിട്ടു പോകരുതേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ അപ്പോൾ നിങ്ങളിത് ഓൺലൈൻ നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കിലോ ഓൺലൈൻ വഴിക്ക് പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഗ്രൂപ്പുകളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മുടെ പോഷൻ ഓൺലൈനിലെ ആ ഡാഷ്ബോർഡിൽ അതെങ്ങനെയാണ് അതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നോർമലി ഡാറ്റ എൻട്രിയിൽ പോയി യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറിയതിന് ശേഷം നിങ്ങളവിടെ തീം എടുക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു തീമോ ആക്ടിവിറ്റിയോ തന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായിട്ടൊരു തീം ആക്ടിവിറ്റി തരാത്തതുകൊണ്ട് നമുക്കിതിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓവറോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. കണ്ട ഓവറോൾ ന്യൂട്രീഷൻ ജനറൽ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് ഏറ്റവും താഴെ കിടക്കണം. കണ്ട ഓവറോൾ ന്യൂട്രീഷൻ, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ ഏറ്റവും താഴത്തെ. എന്നിട്ട് നിങ്ങൾ ബ്ലോക്ക് മാറ്റി അംഗനവാടി ആക്കുക. നിങ്ങൾ ഏതാണോ അംഗനവാടി എന്നുണ്ടെങ്കിൽ അംഗനവാടി പേര് അവിടെ വരും. അതിനുശേഷം നിങ്ങൾ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം ഒരു ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനാണ്. ഓൺലൈനിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ ആക്ടിവിറ്റികൾ പേരുകളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഓൺലൈൻ ബേസ് ചെയ്തിട്ടൊന്നും ഇതിനകത്ത് കാണാനില്ല. അപ്പോൾ ഇവർ നമുക്ക് വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതർ ആക്ടിവിറ്റീസ്. ഏറ്റവും താഴെ നിന്ന് മുകളിലേക്ക് നോക്കി നിങ്ങൾ അതർ ആക്ടിവിറ്റീസ് കണ്ട, അതർ ആക്ടിവിറ്റീസ് കണ്ടില്ലേ. ഈ അതർ ആക്ടിവിറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് വേറെ ഇതായിട്ട് ബന്ധപ്പെട്ടത് കാണാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിതൊരു ആക്ടിവിറ്റി ആണല്ലോ, എന്നിട്ട് നിങ്ങളിവിടെ ഡേറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾ എന്നാണോ നടത്തണേ ആ ഡേറ്റ് അവിടെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ അവിടെ എണ്ണ അടിച്ചു കൊടുക്കുക. നമ്മൾ മുന്നിൽ ചെയ്യുന്ന പോലെ തന്നെ എത്ര പേര് ഇത് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ എത്ര സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത് അയച്ചു, ഇതൊക്കെ എണ്ണം. അപ്പോൾ ഇത്രയും ആൾക്കാരുകൾ നമുക്ക് പാർട്ടിസിപ്പേഷൻ്റെ ഡേറ്റ് ഇതായിട്ട് കാണിക്കാമല്ലോ. അതിന് ശേഷം നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നോക്കിയാൽ നമ്മളൊരു ഒരു പ്രോഗ്രാമിൻ്റെ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നിങ്ങൾക്ക് അയക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അയച്ചത് ചെയ്യുകയാണെങ്കിൽ വേറൊരെണ്ണം നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ അയച്ചത് ചെയ്യാം. വേറൊരെണ്ണം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ട്വിറ്ററോ യൂട്യൂബോ വഴി അയച്ചത് കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് അപ്ലോഡ് ചെയ്ത് സക്സസ്ഫുള്ളി സബ്മിറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.